ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മള് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ നടക്കുകയാണ്. ഓഫ് ഡേ അല്ലേ? ഇന്ന് ഓഫാണ്. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ടൗൺ സെന്ററിൽ പോകണം, കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ അതുപോലെ പ്രൈമാർക്ക് എന്താണ് എമ്മാനസാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും എമ്മാനസും ഇല്ലേ. അതൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം. 3 വർഷമായിട്ട് ഇപ്പോൾ 3 years കഴിഞ്ഞ്. 3 വർഷം ഇല്ല, കഴിഞ്ഞിട്ടില്ല. സോറി, 3 വർഷമായിട്ടില്ല, 3 വർഷം. നോർത്താംപ്ടൺ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് എല്ലാ ആക്സസ് ആണ് അല്ലേ? നല്ല ക്ലൈമറ്റ് ക്ലൈമറ്റിന് അറിയില്ല, എല്ലാ ആക്സസ്. നമ്മൾ ട്രെയിൻ ആണെങ്കിലും ബസ് ആണെങ്കിലും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. ലാസ്റ്റ് വീഡിയോയുടെ നമുക്ക് ഒരുപാട് കമന്റ്സും ഇതൊക്കെ വന്നിട്ടുണ്ട്. നമ്മള് 1K ഇല്ല, 2 ദിവസം കൊണ്ട് 1K വ്യൂസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലുതാണ്. ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ് ഫ്രം കുറച്ചാണ്ട് കൊടുക്കില്ലേ 1000 ആൾക്കാര്. ഇപ്പൊ ഈ നോർത്താംപ്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ടും ഓക്കെ ആണ്. റെയിൽവേ സ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിലും എയർപോർട്ട് കാണുന്നുണ്ടെങ്കിലും ലൂട്ടൺ കാണുന്നുണ്ടെങ്കിലും എല്ലച്ചർക്കാണെങ്കിലും ഒരു 1.5 hour. പിന്നെ അതുപോലെ പിന്നെ അതുപോലെ ട്രെയിന് ബസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തുണ്ട്. നാഷണൽ എക്സ്പ്രസും ഫ്ലിക്സും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ പുറത്തുനിന്ന് വരുന്ന കുറച്ച് ആളുകൾക്കൊന്നും ഇവിടെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവര് വരുന്നത് ലണ്ടനിന്നും മാഞ്ചസ്റ്ററിനും ലിവർപൂളിനും ഒക്കെയാണ്. ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോ ഭയങ്കര പീസ്ഫുൾ ആണ്, ഓക്കെ ആണ് ഞങ്ങളിവിടെ. ചില ലെറ്ററുകളൊക്കെ അഡ്രസ്സ് മാറിയിട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മളത് തിരിച്ചിട്ട് കറക്റ്റ് സ്ഥലത്ത് എത്താൻ വേണ്ടിട്ടേ ചെയ്യുന്നതാണ്. പിന്നെന്താ പറയുക, നമ്മളെപ്പോഴും മെയിൽ ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ അഡ്രസ്സ് കറക്റ്റ് ആവണം. കാരണം ഒരു പോസ്റ്റ് വഴിയും മെയിലുമാണ് മെയിൻ. കോൾ ചെയ്യണേക്കാട്ടി കൂട്ടില്ല. അയ്യോ ഇതാ എല്ലാ കാര്യവും ഓക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നം, ഇപ്പൊ നമ്മുടെ ടീച്ചറിന്റെ അടുത്ത് വിചാരിച്ചോ റിമാർക്ക് അങ്ങനെ ആ ഇട്ടിട്ട് 10 ആൾ അടക്കണ്ടാവും. റിമാർക്ക് എന്ന് പറഞ്ഞത് നമ്മളിപ്പോ UK ഒക്കെ നമ്മൾ ഫസ്റ്റ് വരുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആണ് ബസ്സിന്. കാരണം വെച്ചാൽ പ്രൈസ് വലിയ ഇതില്ല. പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് റിഡക്ഷൻ ഉണ്ടാവും. ശരിക്കും ഇതൊക്കെ നോക്കി 26 പൗണ്ടിന്റെ സാധനമാണ്. 26 നമ്മൾ നാട്ടിലത്തെ 2700 ഒക്കെ നാട്ടിലത്തെ പറയല് 26 പൗണ്ടിന് 3 പൗണ്ടിനാണ്. അപ്പം അങ്ങനെ ചില ഓഫറുകൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ഓൾമോസ്റ്റ് കാരണം ഇവർ വലിയ ബ്രാൻഡല്ലേ, വലിയ ബ്രാൻഡ് ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സാധനങ്ങൾ ബൾക്ക് ആയതുകൊണ്ട് റേറ്റ് വളരെ കുറവാണ്. അതൊരു നല്ല തീരുമാനമാണ്. സ്റ്റുഡിയോ പക്ഷെ എന്താ അതിൽ ക്വാളിറ്റി ഉണ്ട്. മേജറായിട്ടൊരു കാര്യം ഫ്ലവേഴ്സ് ആണ്. എല്ലാ കാര്യങ്ങൾക്കും ഫ്ലവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലാണ്ട് പറഞ്ഞോളൂ ഒരു മോളിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനല്ല, ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴും ആൾക്കാരെടുത്ത് തന്നെ ഫ്ലവേഴ്സ് ആണ് കയ്യിൽ. ഒരു റെസ്റ്റോറന്റിൽ പോവുകയാണെങ്കിൽ ഫ്ലവേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമുക്ക് അവിടെ നോക്കിയാലും ഫ്ലവേഴ്സിന്റെ ഷോപ്പ് കാണും അല്ലേ. ഇതിപ്പോൾ ടൗൺ സെന്ററിലുള്ള ഒരു ഓപ്പൺ മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 3 വർഷം മുന്നേ വരുന്ന ടൈമിലൊക്കെ ഓൾമോസ്റ്റ് ആളുകൾ കുറവ് വരുന്നു. പിന്നെ ഇതൊരു പഴയ മോഡലിൽ ടൗൺ സെന്റർ ഇപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റ് ഇതൊക്കെ ഒന്ന് ഇവർ റിനോവേറ്റ് ചെയ്തിരുന്നു. റിനോവേറ്റ് ചെയ്യുന്ന നല്ല വൃത്തിക്ക് റിനോവേറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെയൊന്നും അല്ലായിരുന്നു. ശരിക്കും നല്ല വൃത്തിയായി. ഇപ്പം നമുക്ക് നൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുക, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ UK ഏറ്റവും ട്രെൻഡിങ് ആവാൻ പോണ ഒരു സാധനമാണ് ഇപ്പോൾ നമ്മൾ പാക്കിലുള്ള ഫുഡ് ട്രക്കുകൾ. എനിക്കൊന്നുമില്ല, ഒരുപാട് മലയാളികൾ
സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങുന്നുണ്ട്. നല്ലതാണ്, ഇതൊരു പേഴ്സണൽ അഭിപ്രായത്തിൽ നല്ലതാണ്. നല്ലതാ. നാടൻ ദോശ, മസാല ദോശ മലയാളികൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ട്രക്കൊക്കെ തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയാണ്. ഇതൊക്കെ ഭയങ്കരമായ എന്തൊക്കെ ചരിത്രങ്ങളുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് കറക്റ്റ് അറിയില്ല. നല്ല രസമാണ് കാണാൻ. അടിപൊളി. ഇത് ലോയിഡ്സ് ബാങ്കിലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ബാങ്കുകളുണ്ട്. പക്ഷെ കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നിയത് ലോയിഡ്സ് ആണ്. പിന്നെ ബാങ്ക് നോർത്താംപ്ടണിലേക്ക് വളരെ വളരെ പഴക്കം ചെന്നൊരു പബ്ബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് കയറാൻ. പക്ഷെ എന്താ വെച്ചാൽ ഇവരൊരു കമ്മ്യൂണിറ്റി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആണ്. അപ്പം അതുകൊണ്ട് ഇവർ കയറ്റാൻ ഇതൊക്കെയാണ് നോർത്താംപ്ടൺ എന്ന് പറഞ്ഞല്ലേ. ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം, നോമ്പിറക്കണം. പിന്നെ പോലെ അടുത്ത വീഡിയോ ഇവരെ കുറച്ച് ആളുകളൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞു. ഡേ ഇൻ മൈ ലൈഫ് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല്, ഇപ്പൊ നമുക്കൊരു ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഓഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് സിനിമയും ഗെയിമും ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിയൊക്കെ പോകും. ഒരു പുലർച്ചെ 4 മണി 3 മണിയൊക്കെ ഉറങ്ങാന്. പിന്നെ നീക്കലെ 12 മണി 1 മണിക്കൊക്കെ. ലൈഫ് ചെയ്യണമെങ്കിൽ നമ്മള് മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യേണ്ടി വരും. കാരണം നോർമൽ ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഇവര് ഏറ്റവും നല്ല കാര്യങ്ങളല്ലേ പറയാ, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ഇത്ര ടൈമിൽ നീക്കും. സത്യം പറഞ്ഞാല് ഓഫുള്ള ദിവസമൊക്കെ നീക്കണത് വളരെ നേരം വൈകിട്ടാവും. അങ്ങനെ ശരിക്കും ഇത് നോർത്താംപ്ടണിലത്തെ ഒരു പഴയ പള്ളിയാട്ടാ. എനിക്ക് ആക്റ്റീവ് അല്ല, അതായത് മീൻസ് കുറച്ച് പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആളുകളെ കല്ലറകൾ പറയാം. പിന്നെ അതുപോലെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഒരുപാട് സ്പേസ് ഉണ്ട് എല്ലായിടത്തും. ഇപ്പൊ പാർക്കുകളാണെങ്കിലും കാര്യങ്ങൾ. ഇപ്പൊ ഇതൊരു ചർച്ചാണ്, പക്ഷെ ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇരിക്കാന് നമുക്ക് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ പ്രാവിനൊക്കെ ഫുഡ് കൊടുക്കാന്, പിന്നെ അതുപോലെ അണ്ണാന് ഒക്കെ ഉണ്ട് ഒരുപാട്. അതിനൊക്കെ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് നോർത്താംപ്ടൺ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത്രയൊക്കെ ഈ ടൗൺ സെന്റർ അതിന് സറൗണ്ട് ചെയ്തിട്ട് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ പോയിട്ടുള്ളൂ. നമ്മള് വർക്കിന് പോവാ, പിന്നെ അതുപോലെ ടൗൺ സെന്റർ അതിന് സറൗണ്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഏരിയ ഇവിടെ മാത്രമാണ് ശരിക്കും 3 വർഷമായിട്ട് നമ്മള് മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി 1-2 വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. സെലിന്റെ ഭാഷയില് കോണ്ടന്റിന്റെ കുറവുണ്ട്, എന്റെ ഭാഷയില് കണ്ടന്റ് കിട്ടാത്തത് കൊണ്ട് കാര്യങ്ങള്. പിന്നെ അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാ, കാര്യങ്ങളൊക്കെ ചെയ്യണം. വീഡിയോ ഇത് ഇവിടുന്ന് നിർത്തുകയാണ്. അല്ല, കഴിഞ്ഞ വീഡിയോ ഇപ്പൊ 2 ദിവസം കൊണ്ടൊക്കെ ഒരു 1K ആയപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ വ്യൂസ് ഉണ്ട്, പിന്നെ അതുപോലെ സബ്സ്ക്രൈബേഴ്സ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്നവര് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, അത് ഞങ്ങൾക്ക് ഒരു ത്രില്ലാവും. പിന്നെ അതുപോലെ കമന്റ്സ് നല്ല കമന്റ്സ് അല്ല, കമന്റ്സ് ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് അറിയില്ല നമ്മളെ പോരായ്മകൾ എന്താണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം. അപ്പൊ ശരി, മറ്റേ പറയും വേറൊരു കാര്യം നമ്മള് പറയില്ലേ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഗൈസ്. ബൈ.